Hello, welcome back to my channel and I'm your Nimsha Davis. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഊപ്സ് കൺസെപ്റ്റ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അത് നമ്മൾ എൻ്റെ വേറൊരു ചാനലിലായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ട് ചാനലും കൂടി ആകുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഈ ഒരു ഒറ്റ ചാനലിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ പൈത്തൺ 1 സെക്കൻഡ് പൈത്തൺ ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കും കേട്ടോ. പൈത്തൺ മലയാളം ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കും. താഴെ പോയാലും മതി, കാരണം പൈത്തൺ ഞാൻ മുന്നേ ചെയ്ത് നോക്കണ്ട, അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പൈത്തൺ മലയാളം ട്യൂട്ടോറിയൽ, ഇതിൽ എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രെയിം വർക്കോ വേറെ കാര്യങ്ങളുണ്ടാവില്ല, പൈത്തണിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് റെഗുലർ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ റെഗ് എക്സ് എന്ന് പറയും. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്യണതാണ് എന്ത് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയണത്. ഓക്കെ, ഡിസ്ക്രൈബിങ് എ ടെക്സ്റ്റ് പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമെയിൽ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു പാറ്റേണിനെ ഐഡൻറ്റിഫൈ ചെയ്യണതാണ് എന്ത് റെഗ് എക്സ് അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയണത്. പൈത്തണിൽ ഈ റെഗെക്സ് വർക്ക് ആവാനായിട്ട് നമ്മൾ നമ്മൾ യൂസ് ചെയ്യണ ഒരു മൊഡ്യൂളാണ് RE മൊഡ്യൂൾ എന്ന് പറയും. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, RE മൊഡ്യൂൾ എന്ന് പറയുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന റെഗുലർ എക്സ്പ്രഷൻ്റെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ നമുക്കിപ്പം ഒരു പാറ്റേൺ കണ്ടുപിടിക്കണമല്ലോ. പാറ്റേൺസിന് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ നോർമലി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുക, ഇപ്പോൾ സ്മോൾ A to Z എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കൊടുക്കുകയാണെങ്കിൽ എന്താണ് സ്മോൾ ലെറ്ററിലുള്ള ABCD, A തൊട്ട് Z വരെയുള്ളത്. അതേ സ്ഥാനത്ത് ഞാനിപ്പോൾ 0 to 9 എന്ന് കൊടുക്കണത് എങ്ങനെയായിരിക്കും? ബ്രാക്കറ്റിനുള്ളിൽ 0 to 9 എന്ന് വെച്ചാൽ 0 തൊട്ട് 9 വരെയുള്ള എല്ലാ ലെറ്റേഴ്സും, അങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. ഇനി ഇതേ സ്ഥാനത്ത് ഞാനിപ്പം ബ്രാക്കറ്റ് പിന്നെ ഒരു നെഗേഷൻ സിമ്പിളാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്ററിലുള്ള A to Z ഒഴിച്ച് നെഗേഷൻ അതല്ലാതെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ എനിക്കിപ്പോൾ 0 to 9 എന്ന് കൊടുക്കുന്നതിന് പകരം എനിക്ക് ഡിജിറ്റ്സ് വേണം എന്ന രീതിയിലാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇതേ /D എന്ന് കൊടുത്താൽ മതി. അപ്പം അതെന്തായിരിക്കും, അത് ഡിജിറ്റ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക, 0 to 9 വരെയുള്ള ഡിജിറ്റ്സുകൾ. അതേപോലെ /D കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അത് നോൺ ഡിജിറ്റ് ആയിരിക്കും. അതേപോലെ സ്മോൾ W കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അത് വേർഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ഏതിൽ വരുന്നുണ്ട്, പാറ്റേൺസ് ഏതിൽ വരുന്നുണ്ടായിരിക്കും, ഈ ഒരു റെഗെക്സ് എന്ന് പറഞ്ഞതിൽ വരുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കുറച്ച് പാറ്റേൺസ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് പാറ്റേൺസ് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, കുറച്ച് പാറ്റേൺസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഗോ ത്രൂ ചെയ്യുക, എന്തൊക്കെയാണ് പാറ്റേൺസ് എന്നുള്ളത്. ഓരോന്ന് പറയാമെന്ന് പറഞ്ഞാൽ ടൈം പിടിക്കും. ഞാൻ ഒന്ന് ഫ്രീ ആയ ഒരു ടൈം എടുത്ത് നോക്കിയിട്ടാണ് ഒരു 5 മിനിറ്റ് വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കോഡ് എഴുതാം. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് RE മൊഡ്യൂളിനെ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ലോഡ് ആവട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് ഞാൻ അവിടെ കൊടുക്കണം. അതിന് മുൻപ് 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ ആദ്യം ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ഞാൻ ഒന്ന് കോപ്പി ചെയ്യട്ടെ എവിടെന്നെങ്കിലും. ഓക്കെ, ഒരു ടെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. അതിലെന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്, ഒരു URL കൊടുത്തിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ വേണ്ടത് ഇതിലത്തെ എല്ലാ നമ്പേഴ്സിനെയും എനിക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഫൈൻഡ് ഓൾ നമ്പേഴ്സ്.
അതിനായിട്ട് നമ്മൾ ആർ ഇ മൊഡ്യൂളിലുള്ള ഒരു ഫംഗ്ഷനാണ് ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആ നമ്പേഴ്സിന് എങ്ങനെ വരുന്നുണ്ടാവുക, അവിടെ നമ്മൾ മുന്നേ പറഞ്ഞു സ്മോൾ ഡി ആണ്, സ്ലാഷ് സ്മോൾ ഡി ആണ് ഡിജിറ്റ്സിന്. അപ്പോൾ സ്ലാഷ് സ്മോൾ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. കണ്ടോ, ഫസ്റ്റത്തത് നമ്മുടെ പാറ്റേൺ, രണ്ടാമത്തത് ഏതാണോ നമ്മുടെ ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് പാസ് ചെയ്യുക. 2 പാരാമീറ്ററാണ് പാസ് ചെയ്യുക. ഫസ്റ്റത്തെ പാറ്റേൺ പാസ് ചെയ്യും, പിന്നത്തെ ടെക്സ്റ്റ് പാസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമ്പേഴ്സ് ഏതൊക്കെ വന്ന് നോക്കുന്നത്, 2, 10, 123. ക്ലിയർ ആണോ? ഓക്കെ, എനിക്കിപ്പോൾ വേണ്ടത് ഇതിനുള്ളിലത്തെ എല്ലാ ഇമെയിലുമാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അതിനായിട്ടുണ്ട് ഇമെയിലിൻ്റെ ഒരു പാറ്റേൺ കൊടുക്കുക. ഇമെയിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ടായിരിക്കുക, ആദ്യം യൂസർ നെയിം, പിന്നെ @ പിന്നെ അഗെയിൻ ഡൊമൈൻ്റെ പേര് .com അല്ലെങ്കിൽ എന്താണോ എന്ന രീതിയിൽ വരുന്നുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഇതിനുള്ളിലത്തെ ഇമെയിലുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതിലിപ്പോൾ 2 ഇമെയിൽ ഉണ്ട്, ഇവിടെ ഒരു ഇമെയിൽ ഉണ്ട്, ഇവിടെ ഒരു ഇമെയിൽ ഉണ്ട്. കണ്ടോ, അങ്ങനെ ഓരോ പാറ്റേൺ നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. എനിക്കിപ്പോൾ വേണ്ടത് ഇനി ഇതിനുള്ളിലത്തെ URL-കളാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, URL-ന്റെ പാറ്റേൺ എങ്ങനെയാണ്, HTTPS :/ പിന്നെ ഡൊമൈൻ നെയിം അല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ കൊടുക്കുക. ആ ഒരു URL നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, കുറേ പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി എനിക്കിപ്പോൾ വേണ്ടത് ഇതിൽ ചിലപ്പോൾ കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, മൾട്ടിപ്പിൾ സ്പേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ചെയ്ത് എനിക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ഡാറ്റയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ സ്പേസിനെയൊക്കെ ആദ്യം തന്നെ /s സ്പേസ് ഉണ്ടോ, ഓക്കെ. ഇപ്പോൾ മൾട്ടിപ്പിൾ സ്പേസ് ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ സ്പേസ് ആക്കിയിട്ട് മാറ്റി ഈ ടെക്സ്റ്റിലത്തത് കണ്ടോ, ഇതൊരൊറ്റ ലൈനിലോട്ട് മാറിയിട്ടുണ്ട്, താഴോട്ട് ന്യൂ ലൈൻ ഒന്നും അതിലോട്ട് പോയിട്ടില്ല. സി, അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഏതിൽ ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു റെഗുലർ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയും കുറേ ഫങ്ഷൻസ് ഉണ്ട് ഈ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാ ഫങ്ഷൻസും കൂടി എനിക്കിതിൽ പറഞ്ഞു തരാനായിട്ട് പറ്റില്ല, ഞാൻ ചെറിയ ചെറിയ ഫങ്ഷൻസ് കുറച്ച് പറഞ്ഞു തരാം. ബാക്കിയുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. പിന്നെ 100% ഒരാൾക്കും കവർ ചെയ്യാൻ പറ്റില്ല ട്യൂട്ടോറിയലിൽ. ഒരു 50% കവർ ചെയ്ത് ബാക്കി 50% നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഫൈൻ. ഞാനിപ്പോൾ വേറൊരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്. എനിക്കിപ്പോൾ വേണ്ടത് ഓക്കെ, ഒരു ഫംഗ്ഷൻ ഉണ്ട് re.match എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ എസ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ ഹെലോ എന്നുള്ളത് മാച്ച് ആവണത് ഏതാണ് എന്നുള്ളത് പ്രിന്റ് ചെയ്യിക്കാനാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ഫംഗ്ഷൻ ത്രൂ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിലപ്പോൾ മാച്ച് ആയേക്കണത് ഈ ഹെലോ എന്ന് പറഞ്ഞ ഇതാണ്, ഈ ഒരു വേർഡ് കറക്റ്റ് മാച്ച് ആയേക്കണത്. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു, ഇതിന് മാച്ച് ആയിട്ടുള്ള ഇതിലുള്ള വേർഡുകൾ ഡിസ്പ്ലേ ചെയ്തിട്ട് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി 1 സെക്കൻഡ് കൂടി ഞാൻ പറയാം. ഇതേ സ്ഥാനത്ത് ഞാനൊരു കാര്യം കൊടുക്കാം, ഇവിടെ ഞാൻ വേൾഡ് എന്ന് കൊടുക്കുന്നു. അപ്പം എന്താ വന്നേ, കണ്ടോ, കാരണം ഇതിന് സ്റ്റാർട്ടിങ്ങിൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ടായിരിക്കത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ മാച്ച് ആവണത്, ഓക്കെ, എൻഡിലല്ല സ്റ്റാർട്ടിങ്ങിൽ മാച്ച് ആവണതായിട്ടായിരിക്കും അവിടെ റിട്ടേൺ ചെയ്തിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇതിൽ നണ്ണാണ് വന്ന് നോക്കുന്നത്, കാരണം എന്താ, ഈ വേൾഡ് എന്നുള്ളത് ഇതിലില്ല. ഓക്കെ, ഈ HEL അത് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണോ വന്ന് നോക്കുന്നത് എന്നാണ് ഇതിൽ നോക്കുന്നത്. ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നു. വേൾഡ് എന്നുള്ളത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലല്ല വന്ന് നോക്കുന്നത്, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് നോക്കുന്നത്, ഇവിടെ നൺ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ റിട്ടേൺ ചെയ്ത് വന്ന് നോക്കുന്നത്. ഓക്കെ, ഇനി എനിക്കിപ്പോൾ വേണ്ടത് ആ ഒരു സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും ഇത് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് വേണ്ടത്. ഈ ഒരു വേർഡ് ആ ഒരു സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും മാച്ച് ആവുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കണം. സ്റ്റാർട്ടിങ്ങിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ മാച്ച് ഫംഗ്ഷൻ,
എവിടെയെങ്കിലും മാച്ച് ആവുണ്ടോ എന്ന് നോക്കാനായിട്ട് സെർച്ച് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ റൺ ചെയ്യാം. അത് മാച്ച് ആവുന്നുണ്ട്, എവിടെയോ മാച്ച് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വേൾഡ് എന്ന് വന്ന് നോക്കുന്നത്. ഇനി ഞാനിപ്പോൾ വേറൊരു ഫംഗ്ഷൻ ഇതിൽ ആഡ് ചെയ്യാം. 1 സെക്കൻഡ്. സ്പാൻ. ഇപ്പം ഇതിലെന്താ നമുക്ക് ഔട്ട്പുട്ട് വന്ന് നോക്കുന്നത്? 17,22 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വന്ന് നോക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാം. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരു വേർഡ്, എവിടെയാണ് അത് അവസാനിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻഡെക്സ് വാല്യൂ ആയിരിക്കും നമുക്ക് ഏതിൽ വരുന്നുണ്ടായിരിക്കുക, സ്പാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി എനിക്കിപ്പം ആ ഒരു സ്ട്രിങ്ങിൽ മാച്ച് ആയേക്കുന്ന എല്ലാ ഇതും വേണം, എല്ലാത്തിനും എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിന് ആ ഒരു പാറ്റേൺ മാച്ച് അയക്കുന്ന എല്ലാം എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ഓൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചു നോക്കുന്നത്. മാച്ച് ആയിട്ടുള്ള ഡിജിറ്റ്സ് അത് വരാൻ വേണ്ടി ഇത് നമ്മൾ യൂസ് ചെയ്തു, ഫൈൻഡ് ഓൾ യൂസ് ചെയ്തു. അപ്പം മാച്ച് ആയിട്ടുള്ള ഡിജിറ്റ് ഏതൊക്കെയാണ്, 2ഉം 3 ആണ് അതിലുള്ള ഡിജിറ്റ്. അപ്പോൾ അതവിടെ ഡിസ്പ്ലേ ചെയ്തു വന്നു. ഓക്കെ, ഇനി എനിക്കിപ്പോൾ വേണ്ടത് ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ സെൻറ്റൻസ്. ഓക്കെ, ഇതിനെനിക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് എന്ത് ചെയ്താൽ മതി, RE ഡോട്ട് സ്പ്ലിറ്റ് ഫംഗ്ഷൻ. എന്ത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, കോമയുണ്ട്, സെമി കോളൻ ഉണ്ട്, സ്പേസ് ഉണ്ട്. ഈ 3 വെച്ചിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഇതിൽ കൊടുത്തു. ഇനി അത് ഞാൻ ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് വരും, ഒരു ലിസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. കണ്ടോ, സി. പിന്നെ ഇനിയും കുറേ ഫങ്ഷൻസ് ഇതിൽ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇത് മെയിനായിട്ടും നിങ്ങൾ NLP പഠിക്കാൻ. ഇപ്പോൾ പൈത്തണാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ NLP പഠിച്ചിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പ്ലേലിസ്റ്റിൽ ഇവിടെ NLP മലയാളം ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു NLP സൈഡിലാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യം വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പൈത്തൺ വാച്ച് ചെയ്യുന്നതിനോടൊപ്പം വേണമെങ്കിൽ നോക്കി പൊക്കോ, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് കഴിഞ്ഞിട്ട് നോക്കിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ അത്ര ഇൻഡെപ്ത് ആയിട്ട് ഇപ്പോൾ ആസ് എ ബിഗിനർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ NLP എത്തുന്ന ടൈമിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം. റെഗെക്സ് പൈത്തൺ ട്യൂട്ടോറിയൽ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ഇത് കിട്ടും. 1 സെക്കൻഡ് കേട്ടോ. ട്യൂട്ടോറിയൽ ഇതിൽ കണ്ടോ, ഈ W3 സ്കൂളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഈ ഒരു പൈത്തൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സോ പ്രോഗ്രാമിസ് ഇതും നല്ലതാണ്. റെഗിക്സിൻ്റെ ഈ ഒരു ചെറിയൊരു ഇത് നോക്കാം കേട്ടോ. ഇത് നോക്കിയാൽ മതി, W3 സ്കൂൾ നോക്കിയാൽ മതി. ഇതിൽ കുറേ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ ഈ ഒരു ഇത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ പ്രോഗ്രാമിസിൻ്റെയിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റ് നോക്കാം. അതല്ലെങ്കിൽ പൈത്തൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. ഈ 3 സൈറ്റ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിലൊന്ന് ഗോ ത്രൂ ചെയ്യുക. W3 സ്കൂൾ, പ്രോഗ്രാമിസ്, ഒഫീഷ്യൽ സൈറ്റ് കേട്ടോ. അതിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ yes, that's it for this video. Thank you. Have a nice day. Bye bye.